സ്വന്തം കാലിൽ നിൽക്കുക എല്ലാവരുടെയും താല്പര്യമാണ്, ജീവിതത്തിലെ ഒരു സ്വപ്നവുമാണ്. മറ്റാരെയും ആശ്രയിക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്വയം അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഒരു അഭിമാനം തന്നെയാണ്. നാം നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കുന്നതും അവർ ഒരു ദിവസം സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണുവാൻ വേണ്ടിയാണ്. എന്നാൽ നാം നമ്മുടെ കഴിവിലും സ്വന്തം കാലിലും അമിതമായി ആത്മവിശ്വാസം അർപ്പിച്ചാൽ അത് നമ്മെ അപകടത്തിലെത്തിച്ചെന്ന് വരാം. ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്കെന്തും ചെയ്യാൻ കഴിയും, ഞാൻ വിചാരിക്കുന്നതിലും ശക്തനാണ്, എനിക്കാരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടതില്ല എന്നൊരു തോന്നൽ നമ്മിലുണ്ടായാൽ വീഴ്ച നമ്മുടെ പടിവാതിൽക്കൽ തന്നെയായിരിക്കും കിടക്കുക. നമ്മിലെ തെറ്റായ ശക്തിബോധം ക്ഷണിച്ചു വരുത്തുന്നത് അഹങ്കാരത്തെയും നിഗളത്തെയുമായിരിക്കും. ഇങ്ങനെ ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ട് സ്വയാശ്രയ ബോധത്തിൽ ജീവിക്കുന്നവരെ നോക്കി തിരുവചനം പറയുന്നത് 147 സങ്കീർത്തനം 10 He does not delight in the strength of the horse. He does not take pleasure in the legs of a man. അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ കാലുകളിൽ പ്രസാദിക്കുന്നതുമില്ല. പലപ്പോഴും മനുഷ്യർ ആനന്ദം കണ്ടെത്തുന്നത് അവരുടെ കാലുകളുടെ ശക്തിയിലാണ്. വിദ്യാഭ്യാസം, ജോലി, പദവി, സമ്പത്ത്, കുടുംബ പശ്ചാത്തലം, വിവിധങ്ങളായ കഴിവ്, സ്വാധീന വലയം, സൗന്ദര്യം എന്നു തുടങ്ങി സ്വന്തം കാലുകളിൽ സ്വയം പ്രശംസിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ പാടെ മറക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ളവരുടെ കാലുകളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ആരും സ്വയം നിൽക്കുന്നതല്ല, ദൈവം നമ്മെ നിൽക്കുമാറാക്കുകയാണ്. ദൈവം നമ്മുടെ ബലവത്തായ ഒരു ഊന്നുവടി പോലെയാണ്. ഈ ഊന്നുവടി ഒന്ന് മാറ്റിയാൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും സ്വയമേ നമുക്കാർക്കും നിൽക്കുവാൻ കഴിയുകയില്ല. സ്വയം നാം നിൽക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നുകയുമില്ല. പിന്നെ ആരിലാണ് ദൈവം പ്രസാദിക്കുക? 147 സങ്കീർത്തനം 11 തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. നമ്മെല്ലാവരും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ നമ്മിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വെറും വട്ടപൂജ്യമാണ്. നമുക്കിന്ന് പൂർണ്ണമായും സമ്മതിക്കാം, നമ്മുടെ ശക്തി ദൈവത്തിലാണ്. സ്വയം അഹങ്കരിക്കുവാനോ പുകഴുവാനോ നമ്മിലൊന്നും തന്നെയില്ല. ദൈവം നമ്മെ നിർത്തുന്നത് കൊണ്ട് നാം നിന്നുപോകുന്നു. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹാവ് എ ബ്ലെസ്സഡ്